ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സദ്യയുടെ റെസിപ്പിയാണ്. ഏകദേശം ഒരു മണിക്കൂർ 1.5 മണിക്കൂർ കൊണ്ട് നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ സാധനങ്ങളൊക്കെ ആദ്യം നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു 1-1.5 മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ കുറച്ച് വിഭവങ്ങൾ മാത്രം അടങ്ങിയിട്ടുള്ള ഒരു സദ്യയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ഇതിലുണ്ടാക്കിയെടുക്കുന്നത് സാമ്പാറാണ്. അപ്പോൾ സാമ്പാറിന് വേണ്ടിയിട്ടുള്ള പരിപ്പ് നമ്മൾ ഒരു കുക്കറിൽ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു കഷ്ണം കായം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 1.5 ടീസ്പൂൺ കായപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ കായം കഷ്ണമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് 4 വെളുത്തുള്ളി അല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യമായിട്ടുള്ള ഉപ്പും അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ നമ്മൾ 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ അളവിൽ ഉലുവയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവ പൊടിച്ചതുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുത്താലും മതി. ഇനി നമ്മൾ പെട്ടെന്ന് കഴിയാൻ വേണ്ടിയിട്ട് തന്നെ നമ്മൾ എല്ലാ വെജിറ്റബിൾസും ഇതോടൊപ്പം തന്നെ വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു വഴുതന ഇതേപോലെ മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ കഷ്ണം കുമ്പളം മുറിച്ചിട്ടുള്ളതാണ്. ഇനി നമ്മൾ ഒരു മുരിങ്ങാക്കോൽ ഇതേപോലെ കട്ടാക്കിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഏതൊക്കെ വെജിറ്റബിൾസ് ആണോ ഉള്ളത് അതൊക്കെ അത്യാവശ്യം വലുപ്പത്തിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചെറുതാക്കി മുറിച്ചിട്ടുള്ള പയറാണ്. അപ്പോൾ നമ്മൾ എല്ലാം ഏകദേശം ഈ ഒരു വലുപ്പത്തിലൊക്കെ വേണം നമ്മൾ മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വളരെ ചെറുതാക്കി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഈ പരിപ്പിൻ്റെ കൂടെ വെന്ത് വരുമ്പോൾ അല്ലാണ്ട് ഉടഞ്ഞു പോവും. പിന്നെ നമ്മൾ പച്ചക്കായ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഏതൊക്കെ വെജിറ്റബിൾസ് ആണോ അതൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ കോവക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരുവിധം വെജിറ്റബിൾസൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെജിറ്റബിൾസിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു മീഡിയം സൈസിലുള്ള ഉള്ളി, സവാള അതേപോലെ മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അധികം പഴുക്കാത്ത തക്കാളിയും ഇതോടൊപ്പം നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒപ്പത്തിനായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുകയാണ് വേണ്ടത്. എല്ലാം നല്ല രീതിയിൽ മിക്സ് ആക്കി കഴിഞ്ഞാൽ ഇനി കുക്കറൊന്ന് അടച്ചിട്ട് ഒന്ന് വേവിച്ചിട്ടെടുക്കണം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 4 വിസിലാവുന്നത് വരെയൊക്കെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ പരിപ്പാണ് ഇതിൽ മെയിനായിട്ട് വെന്തിട്ടേണ്ടത്. ഇനി നമ്മളൊരു ഗ്ലാസ് എടുക്കുന്നുണ്ട്. ഗ്ലാസ്സിൽ ആദ്യം കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ സാമ്പാർ പൊടി ഇല്ലാണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രത്യേക മസാലയായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം നമ്മൾ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തതെങ്കിൽ പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1.5 ടീസ്പൂൺ സാദാ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഈ വെള്ളത്തിൽ നിന്ന് നല്ല രീതിയിൽ മിക്സ് ആക്കി എടുക്കുക വേണ്ടത്. അപ്പം ഞാൻ സാമ്പാർ പൊടി ഇല്ലാണ്ട് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് കേട്ടോ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ഒരല്പം വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഈ ഒരു പൊടികളുടെ മസാലയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അല്ലാണ്ട് ഞാൻ ഇതിലേക്ക് സാമ്പാർ പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ സാമ്പാർ പൊടി ഉണ്ട് നിങ്ങളുടെ കയ്യിലുണ്ടെന്നെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഏകദേശം നമ്മുടെ വെജിറ്റബിൾസും പരിപ്പൊക്കെ ഏകദേശം നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളിതിലേക്ക് ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി ഇതേപോലെ പിഴിഞ്ഞിട്ട് കുരുവൊക്കെ ഒഴിവാക്കിയത് അതിൻ്റെ വെള്ളം നമ്മളിതിലേക്ക് ചേർത്തെടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഇനി പുളിവെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ അത് റെഡിയായി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ ആ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ അതിലുണ്ടോ എന്നുള്ളതും കൂടി ഒന്ന് ചെക്ക് ചെയ്യണം. ഇനി ഇതിൻ്റെ ഫൈനൽ പാർട്ടായിട്ടുള്ള കടുക് വറുക്കലാണ്. അതിലേക്ക് ഞാനൊരു പാത്രം ചൂടാക്കി ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും നല്ല രീതിയിൽ ഒന്ന് ചൂടായി പൊട്ടി വരുന്ന ടൈമിലാണ് ഇനി ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാനുള്ളത്. ഇനി ഇതിലേക്ക് ഒരു വറ്റൽമുളക് 2ആയിട്ട് മുറിച്ചതും ഒരല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ സമയത്താണ് നമ്മൾ വെണ്ടക്ക കുറച്ചൊക്കെ ഒരു ഇഞ്ച് നീളത്തിൽ അരിഞ്ഞത് ചേർത്തെടുക്കുന്നത്. അപ്പോൾ വെണ്ടക്കൊക്കെ അധികം വേവില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഈ കടുക് വറുക്കുന്ന ടൈമിൽ അതിൽ ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി അതൊന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കണം. ഇനി ഈ വെണ്ടക്ക ഇതിൽ നിന്ന് നല്ല രീതിയിൽ വഴണ്ട് വരണം. ആ സമയത്ത് നമുക്കിതിലേക്ക് വേണ്ട മസാലകളൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കി കൊടുക്കുക.
ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒരു മസാലയുടെ മിക്സ് ചേർത്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് മസാലയൊക്കെ വറുത്ത് കഴിക്കുന്ന ടൈമിൽ വറുത്തിട്ടാണ് നമ്മൾ സാമ്പാറിലേക്ക് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി ആ ഗ്ലാസ്സിൽ ഒരല്പം കൂടി വെള്ളം ചേർത്തിട്ട് നല്ല രീതിയിൽ മിക്സാക്കി ഞാൻ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പൊടികൾ ഡയറക്റ്റ് ഇടുന്ന ടൈമിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം. പിന്നെ നമ്മൾ ഇതുപോലെ വെള്ളത്തിൽ മിക്സ് ആക്കിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് കരിഞ്ഞ് പോകുന്നില്ല. അപ്പോൾ നല്ല രീതിയിൽ ആ ഒരു എണ്ണയിൽ വഴണ്ട് വന്നിട്ടുള്ള അതിൻ്റെ ടേസ്റ്റൊക്കെ ഉണ്ടാവുകയും ചെയ്യും. ഇനി ഈ വെള്ളം ഒക്കെ ഒന്ന് കുറുക്കിയെടുക്കുക. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള പച്ചക്കറികളും പരിപ്പും എല്ലാം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം നമ്മുടെ സാമ്പാറിൻ്റെ പണികളെല്ലാം തീർന്നിട്ടുണ്ട്. സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സംഭവം നല്ല ടേസ്റ്റാണ്. എന്തായാലും ഇങ്ങനെ ഒന്ന് സാമ്പാർ ട്രൈ ചെയ്ത് വെക്കണം. പിന്നെ ഒരല്പം ഉപ്പ് കുറവുള്ളതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചുകൂടെ ഉപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയതിൻ്റെ ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 2-3 അല്ലി മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് അടച്ച് വെച്ച് ഫ്ലെയിം ഓഫാക്കാം. ഇനി നമുക്ക് അടുത്ത വിഭവം റെഡിയാക്കിയെടുക്കാം. ഇതിനു വേണ്ടി നമ്മൾ ആദ്യം ഒരു കുക്കറിലേക്ക് ഒരു 1/4 കപ്പ് കടല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു 7 മണിക്കൂറോളം നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ നല്ല ചൂടുവെള്ളത്തിലൊക്കെയാണ് കുതിർത്ത് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി സമയമൊക്കെ കുതിർത്ത് വെച്ചാൽ മതി. അത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്ന റെസിപ്പി ആയതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ വെജിറ്റബിൾസും ഒക്കെ കൂടി ഒരുമിച്ചാണ് വേവിച്ചെടുക്കുന്നത്. ആദ്യം നമ്മൾ ചെറുതായിട്ട് കഷ്ണം മുറിച്ചിട്ടുള്ള, അതായത് ഏകദേശം ഒരു മീഡിയം വലുപ്പത്തിൽ മുറിച്ചിട്ടുള്ള വാഴക്കായും പിന്നെ അതിലേക്ക് അതേപോലെ തന്നെ എല്ലാം ഓരോ കപ്പ് വീതമായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ചേന പിന്നെ കുമ്പളങ്ങ ഇതെല്ലാം ഒരു മീഡിയം വലുപ്പത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇതോടൊപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈസി ആയിട്ടുള്ള വഴിയിലൂടെയാണ് ഇത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എല്ലാം കൂടി ഒരുമിച്ച് വേവിച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി ഏകദേശം ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി അതിന് ഒപ്പം നിൽക്കുന്ന രീതിയിലാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഇനി കുക്കറിൽ നമുക്കൊരല്പസമയം വേവിച്ചിട്ടെടുക്കണം. ഇനി ഇതെല്ലാം മിക്സ് ആക്കിയിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ 4 വിസിൽ വരുന്നത് വരെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി അതൊന്ന് വെന്ത് വരുന്ന ടൈമിൽ നമുക്ക് ഇതിലേക്ക് തേങ്ങയുടെ ഒരു അരപ്പ് റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അതിന് വേണ്ടി ഒരു പാത്രം ചൂടാക്കി എടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണയൊക്കെ ഒന്ന് ചൂടായി വരുന്ന ടൈമിൽ ഇതിലേക്ക് 1 ടീസ്പൂണ് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കടുകൊക്കെ ഒന്ന് പൊട്ടി വരുന്ന ടൈമിൽ ഒരു 1/2 ടീസ്പൂണ് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം കറിവേപ്പിലയും ഒരു വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ സമയത്ത് ഫ്ലെയിം കുറച്ച് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ എല്ലാം ഇതിലിട്ടതൊക്കെ ഒന്ന് മൂത്ത് വരുന്ന ടൈമിലേക്ക് 2 പിടി തേങ്ങ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫ്ലെയിം കുറച്ച് വെക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കണം. അപ്പോൾ ഇത് നല്ല റോസ്റ്റായിട്ട് കിട്ടണം. അതുവരെ കൈവിടാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഈ തേങ്ങ നല്ല രീതിയിൽ തന്നെ വറുത്തെടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതാ ഏകദേശം ഇതിൻ്റെ കളറൊക്കെ മാറി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വളരെ കുറഞ്ഞ അളവിൽ മാത്രമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരുപാട് അളവിലൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിലൊരു ചെറിയൊരു ഭാഗം മാറ്റി വെക്കണം. അപ്പോൾ നമ്മൾ കുറഞ്ഞ അളവിലാണ് ഉണ്ടാക്കുന്നത്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുന്നായിട്ട് ഞാൻ 1 ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മുഴുവൻ ചേർത്ത് കൊടുക്കുന്നില്ല, ഒരു 3/4 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അത് നമ്മൾ നല്ല രീതിയിൽ ഒന്ന് മിക്സിയിലിട്ടിട്ട് അരച്ച് റെഡിയാക്കി എടുക്കണം. ഇപ്പോൾ അതാ നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുള്ള എല്ലാം ആയിട്ടുണ്ട്, കുക്കറിൽ വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ഒരു കഷ്ണം ശർക്കരയാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. എൻ്റെ കയ്യിൽ ശർക്കര ഇല്ലാത്തതുകൊണ്ട് പനങ്കൽക്കണ്ടം പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഒരു ചെറിയ കഷ്ണം ശർക്കര ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇപ്പോൾ അരച്ച് വെച്ചിട്ടുള്ള ആ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് നമ്മുടെ കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് അടുത്ത വിഭവം ഉണ്ടാക്കി നോക്കാം. ഇനി നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒരു പാത്രത്തിൽ ഒഴിച്ച് ചൂടാക്കിയിട്ട് നമ്മൾ പപ്പടം പൊരിച്ചെടുക്കുന്നുണ്ട്. പപ്പടം ഒരു ഒഴിച്ച് കൂട്ടാനാവാത്ത ഒരു കറി തന്നെയാണ് നമ്മുടെ സദ്യയിലെ.
അപ്പോൾ അതൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ക്യാബേജ് തോരനാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനായിട്ട് ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കടുകൊക്കെ പൊട്ടി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പിടി കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഒരു വറ്റൽമുളക് 2-3 കഷ്ണങ്ങളാക്കിയിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ ചൂടായി വരുന്ന ടൈമിലാണ് നമ്മൾ നല്ല ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാബേജ് ചേർത്ത് കൊടുക്കുന്നത്. ഇതോടൊപ്പം തന്നെ നമ്മൾ ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി, അതായത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ 2 പച്ചമുളക് നീളത്തിൽ കീറിയതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് അധികം എരിവില്ലാത്ത പച്ചമുളകാണ്, അപ്പോൾ അതുകൊണ്ടാണ് ചേർത്ത് കൊടുക്കുന്നത് 2 കഷ്ണം. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഇനി ഇത് വെന്ത് വരുന്ന ടൈമിൽ ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ ചുരുങ്ങി കിട്ടും. അപ്പോൾ ഇത്ര ക്വാണ്ടിറ്റി നമുക്ക് തോന്നില്ല. അപ്പോൾ ക്യാബേജൊക്കെ നല്ല വെന്ത് കിട്ടുന്ന ടൈമിലാണ് നമ്മളിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ ക്യാബേജൊക്കെ നല്ല രീതിയിൽ തന്നെ വെന്തിട്ടുണ്ട്. ഒരുപാടൊന്നും വേവിക്കേണ്ട ക്യാബേജ്, അധികമൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിലേക്ക് നമ്മൾ ലാസ്റ്റായിട്ട് 2 പിടി തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അത് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് ഇട്ട് ചൂടാക്കിയാൽ മതി. ഇപ്പം നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അവിയലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ എൻ്റേതായിട്ടുള്ളൊരു സ്റ്റൈലിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പറയുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ കുക്കറിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. എല്ലാം നമ്മൾ വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ്. അപ്പോൾ ഇതേപോലെ നീളത്തിലാണ് നമ്മൾ വെജിറ്റബിൾസൊക്കെ അരിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കയ്യിലുള്ള ഏതൊക്കെ വെജിറ്റബിൾസ് ഉണ്ടോ അതെല്ലാം ചേർക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഞാൻ ആദ്യം ഒരു കുക്കറിൽ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഇതേപോലെ നീളത്തിൽ അരിഞ്ഞിട്ടുള്ള വെജിറ്റബിൾസാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ വാഴക്കായ, പിന്നെ ക്യാരറ്റ്, കോവയ്ക്ക, പിന്നെ നമ്മൾ മുരിങ്ങക്ക, അങ്ങനെയുള്ള ബീൻസ്, പയർ, അങ്ങനെയുള്ള എല്ലാ വെജിറ്റബിൾസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരല്പം ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കാശ്മീർ ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഇളക്കിയെടുക്കുന്നുണ്ട്. ഇനി ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള ഒപ്പത്തിനൊപ്പം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ വെള്ളം ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് എല്ലാം കൂടെ മിക്സാക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 2-3 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഞാൻ ഏകദേശം മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ് വെക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് വെന്ത് വരുമ്പോഴേക്കും തേങ്ങയുടെ അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടി ഒരു മിക്സിയുടെ ജാറിൽ 5 ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്, 2 പച്ചമുളക്, 1/2 ടീസ്പൂൺ ജീരകം, പിന്നെ തേങ്ങ. ഇതെല്ലാം കൂടി നല്ല രീതിയിൽ തന്നെ മിക്സാക്കി എടുക്കുക. ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾസൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഉടയാൻ പാടില്ല. അപ്പോൾ ഉടയാത്ത രീതിയിൽ തന്നെ അത്യാവശ്യം വെന്തിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ മിക്സാക്കി എടുക്കുക. അപ്പോൾ നല്ല ഫൈനായിട്ട് തന്നെ നമ്മൾ മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കണം. എനിക്ക് കുറഞ്ഞ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് മിക്സിയിൽ നല്ല രീതിയിൽ തന്നെ അരഞ്ഞ് കിട്ടിയിട്ടില്ല. പക്ഷേ നിങ്ങൾ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു പിടി വേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ തൈര്, അധികം പുളിയില്ലാത്ത തൈരാണ്, അതുകൊണ്ട് തന്നെ ഒരു സ്കൂപ്പ് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതെല്ലാം കൂടി ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കുക. ലാസ്റ്റായിട്ട് നല്ല വെളിച്ചെണ്ണ, ഇനി അതെല്ലാം കൂടി നല്ല രീതിയിൽ മിക്സാക്കി കൊടുക്കുക. ആവശ്യമെങ്കിൽ അല്പം ഉപ്പുണ്ടോ നോക്കിയതിന് ശേഷം ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയുടെ മുകളിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഇനി നമ്മൾ അടുത്തതായിട്ട് തയ്യാറാക്കാൻ പോകുന്നത് പച്ചടിയാണ്. അപ്പോൾ നല്ല പഴുത്ത നേന്ത്രപ്പഴത്തിൻ്റെ പച്ചടിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് നമ്മൾ സ്റ്റൗ ഓൺ ചെയ്യുന്ന മുമ്പ് തന്നെയാണ് കേട്ടോ പാത്രത്തിലേക്ക് നമ്മൾ ഇങ്ങനെ ഇതേപോലെ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടുള്ള പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പഴുത്ത നേന്ത്രപ്പഴമാണ് ഞാനിതിന് വേണ്ടി എടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അതോടൊപ്പം നിൽക്കുന്ന രീതിയിലാണ് ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉണ്ടാവും, അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ സ്റ്റൗവൊക്കെ ഓൺ ചെയ്തിട്ട് അതൊന്ന് മിക്സാക്കി ഒന്ന് നല്ല രീതിയിൽ തന്നെ അതൊന്ന് വേവിച്ചിട്ട് എടുക്കണം. ഈ നേന്ത്രപ്പഴമൊക്കെ നല്ല രീതിയിൽ തന്നെ നല്ല ഉടഞ്ഞ് കിട്ടുന്ന രീതിയിൽ വേണം വേവിച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടി അടച്ച് വെച്ചിട്ട് നമുക്ക് കുറച്ച് നേരം വേവിച്ചിട്ടെടുക്കാം.
അപ്പോൾ അതാ നമ്മുടെ നേന്ത്രപ്പഴമൊക്കെ നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളൊരു തവി ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കുക. ഇനി ഈ വെള്ളമൊക്കെ ഒരു വിധം തന്നെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അവിയലിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ള സെയിം അരപ്പ് തന്നെയാണ് ഇതിലേക്കും ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് എല്ലാത്തിനും കൂടി ഒറ്റ അരപ്പാക്കിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ ആ ഒരു ചെറിയുള്ളിയും മുളകും പിന്നെ നമ്മൾ ചെറിയ ജീരകവും തേങ്ങയും ഒക്കെ കൂടി വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ അരച്ചെടുത്തിട്ടുള്ള അരപ്പ് നമ്മൾ ഇതിലേക്കും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതും കൂടെ ചേർത്തിട്ട് നല്ല ഒന്ന് മിക്സാക്കിയിട്ട് കൊടുക്കണം. ഇനി നമ്മളിതിലേക്ക് 1 ടേബിൾ സ്പൂണ് അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ചേർത്തിട്ട് നല്ല ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഏത്തപ്പഴത്തിന് മധുരം കുറവാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള മധുരം കൂടി ഇതോടൊപ്പം ചേർത്ത് കൊടുക്കാം. ഇനി ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക. നല്ല രീതിയിൽ മിക്സാക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ലാസ്റ്റായിട്ട് താളിപ്പ് ഒഴിച്ചു കൊടുക്കുക വേണ്ടത്. അതിന് വേണ്ടിയിട്ട് അത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. കുറച്ച് 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ട് അതിൽ നമ്മൾ കടുകിട്ട് പൊട്ടിച്ച് പിന്നെ വേപ്പിൻ്റെ ഇലയും വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ട് ആ ഒരു താളിപ്പ് ഇതിന് മുകളിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെള്ളരി കിച്ചടിയാണ്. അപ്പോൾ അതിന് വേണ്ടി ഒരു പാത്രത്തിലേക്ക് നമ്മൾ വെള്ളരി ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഇതോടൊപ്പം ചേർക്കുന്നുണ്ട്. ഇനി ഒരല്പം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ വെള്ളരി ഒന്ന് വേവുന്നത് വരെ അടച്ച് വെച്ചിട്ട് വേവിക്കുകയാണ് വേണ്ടത്. ഇനി ആ വെള്ളരിയൊക്കെ ഒന്ന് വെന്ത് വെള്ളമൊക്കെ വറ്റി വരുന്ന ടൈമിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പ് ഇതിലേക്ക് ചേർത്തിട്ട് നല്ല രീതിയിൽ മിക്സാക്കി കൊടുക്കുക. 1 സ്പൂണ് തൈരും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ മിക്സാക്കുക. ഉപ്പ് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിന് മുകളിലേക്ക് ആ താളിപ്പും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കിച്ചടിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സിമ്പിളായിട്ടുള്ള സദ്യയുടെ റെസിപ്പി. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഞാൻ കുറേ മുന്നേ 1 വർഷം മുന്നേ ഫോണിൽ എടുത്ത് വെച്ചിട്ടുള്ള വീഡിയോസാണ്. അപ്പോൾ വീഡിയോ എടുക്കുന്നതിലും അത് പറയുന്നതിലും അതിൻ്റേതായിട്ടുള്ള ഫാൾട്ട് ഉണ്ടാവും. അപ്പോൾ എല്ലാം ഒന്ന് ക്ഷമിച്ച് തരിക. അപ്പോൾ ഓക്കെ, ബായ്.